ഒരു വീടായാൽ അതിന് വാതിലും ജനവാതിലും വേണം. പക്ഷേ നമ്മുടെ വീടിന്റെ വാതിലും ജനവാതിലും വളരെ ഭംഗിയുള്ളതായിരിക്കണം, അതിലൊരു പുതുമ വേണമെന്ന് ആഗ്രഹിക്കാത്തവരായ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് നമ്മളോടൊപ്പം സിസ്റ്റം വിൻഡോസ് ആൻഡ് ഡോർസിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായിട്ടുള്ള ഉലീവോ ഫെനസ്ട്രേഷൻസിന്റെ സാരഥിയായിട്ടുള്ള ജസ്മോയ് സർ ആണ് എത്തിയിരിക്കുന്നത്. സർ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. നമ്മളിപ്പോ യുലീവോ എന്നുള്ളൊരു പേര് തന്നെ എടുക്കാം ആദ്യം. എങ്ങനെയാണ് ആ ഒരു പേരിലേക്ക് എത്തിപ്പെട്ടത്? യുലീവോയുടെ ബേസിക് കൺസെപ്റ്റ് ഒലീവ് ട്രീ ആണ്. നമ്മൾ ഒരു വീടുണ്ടാക്കുമ്പോൾ ഒലീവ് ഒരു ട്രസ്റ്റിന്റെ ഒരു ഇതാണ്, അല്ലെങ്കിൽ ഒരു ഹോപ്പിന്റെ ഒരു ഇതാണ്, നമ്മളൊരു ഓരോ പ്രതീക്ഷയാണ്. അപ്പോൾ ഓരോ വിൻഡോസും ഓരോ കസ്റ്റമർ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ വലിയൊരു പ്രതീക്ഷയിലാണ് ഒരു വീട് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ആ പ്രതീക്ഷയുടെ ഭാഗമാണ് വിൻഡോസിന്റെ ഫോമില്. അതാണ് നമ്മൾ യുലീവോ ഫെനസ്ട്രേഷൻ വിൻഡോസ്, പ്രതീക്ഷയുടെ വിൻഡോസ് എന്നുള്ള രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്തത്. യുലീവോ ഫെനസ്ട്രേഷന് നമ്മുടെ ഒരു ബ്രാൻഡ് ആക്കാനായിട്ട്, അതായത് ഒരു വിശ്വാസത്തിന്റെ ബ്രാൻഡ് ആക്കാനായിട്ട് എന്തൊക്കെ ഘടകങ്ങളാണ് സഹായിച്ചിട്ടുള്ളത്? വിശ്വാസത്തിന്റെ നമ്മൾ ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഏത് പ്രോഡക്റ്റ് എടുത്താലും വിൻഡോസ് UPVC ആയാലും അലൂമിനിയം ആയാലും നമ്മൾ ബേസിക് ആയിട്ട് ഫസ്റ്റ് വെക്കുന്ന ഒരു മെയിൻ ഇഷ്യൂ ഇത് വരുന്നത് ക്വാളിറ്റി തന്നെ. നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പ്രൊഫൈൽ ആയാലും അത് ഏത് ഹാർഡ്വെയർ ആയാലും ഗ്ലാസ് ആയാലും ഈവൻ സ്ക്രൂസ് പോലും നമ്മൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യാനാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത്. ഈവൻ ടെക്നീഷ്യൻസ്, ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ നമുക്ക് ടെക്നീഷ്യൻസ് ആണ് നമുക്കിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ടും യുലീവോയുടെ ഒരു ബ്രാൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ UPVC എന്ന് പറയുന്ന ഒരു സംഭവം, അത് ശരിക്കും എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അല്ലെങ്കിൽ ആ UPVC എങ്ങനെയാണ് നമ്മുടെ നോർമൽ വുഡ്സിനെ മാറ്റുന്നത്? UPVC ഒരു സിസ്റ്റം വിൻഡോസിന്റെ ഭാഗമാണ്. നമ്മൾ UPVC PVCയുടെ തന്നെ അൺപ്ലാസ്റ്റിസൈസ്ഡ് ഫോം ആണ്. നമ്മൾ ഇത്തിരി കൂടി സ്ട്രെങ്ത് കൂടുതലാണ്. PVC നമുക്കറിയാം ഫ്ലെക്സിബിൾ ആണ്, പൈപ്സിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. UPVC ഇത്തിരി കൂടി റിജിഡ് ആണ്. അപ്പോൾ ആ ഒരു റിജിഡ്നെസ്സും സ്ട്രെങ്ത്തും ആണ് നമ്മൾ UPVC കൂടെ കൊടുക്കുന്നത്. അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ചേംബേർഡ് സിസ്റ്റംസ് എന്ന് ഞങ്ങൾ പറയും. നമ്മളത് ആ ഒരു സെക്ഷൻ എടുത്ത് നോക്കിയാൽ കുറെ കള്ളികൾ ഉണ്ടാവും. ആ കള്ളികളുടെ ഉള്ളിൽ നമ്മൾ എയർ ടൈറ്റ് ആക്കിയിട്ട് നമുക്ക് കുറെ തെർമൽ ഇൻസുലേഷൻ, അതുപോലെ തന്നെ സൗണ്ട് പ്രൂഫിംഗ്, അങ്ങനത്തെ കാര്യങ്ങളാണ് UPVC അല്ലെങ്കിൽ സിസ്റ്റം വിൻഡോസിനെ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ പ്രകൃതിന് അധികം ദോഷകരമല്ലാത്ത രീതിയിലാണ് UPVC ഡോർസ് ആൻഡ് വിൻഡോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മരങ്ങള് കൂടുതൽ മുറിക്കേണ്ടതായി വരാറുണ്ട്. ഒരു വീട് വെക്കുന്ന സമയത്ത് ഇപ്പോൾ കട്ടില വെക്കാനായിട്ട് അല്ലെങ്കിൽ ജനവാതിൽ വെക്കാനായിട്ടൊക്കെ നമുക്ക് ഈ മരങ്ങളൊക്കെ ഹാം ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അത് എത്രമാത്രം ഈ UPVC കൊണ്ട് കുറയ്ക്കാനായി സാധിക്കും? UPVCയിലുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഏത് കളർ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ വുഡൻ ഫിനിഷസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക് കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഈ എല്ലാ കളേഴ്സും നമുക്ക് നാച്ചുറൽ ഫിനിഷിൽ തന്നെ. നമ്മൾ വുഡൻ ഫിനിഷ് നമ്മൾ മെറ്റൽ വിൻഡോസിലൊക്കെ നോക്കുമ്പോൾ അത്രയും കൂടെ ഒരു നാച്ചുറൽ ഫീൽ വരില്ല. പക്ഷെ UPVCയിൽ നമ്മൾ ലാമിനേഷൻ യൂസ് ചെയ്യണ കാരണം ആ ഒരു എപ്പോഴും നാച്ചുറൽ വുഡിന്റെ തന്നെ ഫിനിഷ് യൂസ് ചെയ്യാൻ പറ്റും. അത് കാരണം നമുക്ക് ഒരുപാട് വ്യത്യാസം, ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് കൺട്രോളും ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ വുഡ്സ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, കട്ടിങ് കുറയ്ക്കാൻ പറ്റും, റീസൈക്ലിംഗ് കൂട്ടാൻ പറ്റും. നമുക്ക് ഇപ്പൊ ഈ UPVC വിൻഡോസ് റീസൈക്കിളബിൾ ആണ്. നമുക്ക് ആവശ്യമില്ലാത്ത വീട് ഡെമോളിഷ് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് ഈ UPVC റീയൂസ് ചെയ്യാം. വുഡ് നമുക്ക് അങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റില്ല. UPVC അതുപോലെ തന്നെ ആ സെയിം സൈസിൽ നമുക്ക് ഓപ്പണിംഗ് കിട്ടി കഴിഞ്ഞാൽ നമുക്കത് ആ വിൻഡോ അതുപോലെ തന്നെ കൊണ്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും, മറ്റൊരു സ്ഥലത്ത് ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് കേടുപാടുകൾ അങ്ങനത്തെ ഇത് വരില്ല. അതാണ് മെയിൻ വേറൊരു അഡ്വാൻറ്റേജ് UPVC, ഡ്യൂറബിലിറ്റി. നമ്മൾ ലൈഫ് ലോങ് നമ്മൾ 20 years വാറന്റിയാണ് ഒരു പ്രൊഡക്റ്റിന് കൊടുക്കുന്നത്. അപ്പൊ ഈ 20 years വാറന്റി നമ്മൾ ഉദ്ദേശിക്കുന്നത് ടെസ്റ്റ് റിപ്പോർട്ട്സിന്റെ ബേസിസിലാണ്. അപ്പൊ ആ ഒരു ടെസ്റ്റിംഗ് വെച്ചിട്ട് നമുക്ക് ഒരു 25,000 hours അല്ലെങ്കിൽ ഇത്രയും മണിക്കൂർ ടെസ്റ്റിംഗ് ചെയ്തിട്ടാണ് അതിന്റെ ഒരു എക്സ്പാൻഷൻ നമ്മൾ എടുക്കുന്നത്. ആ ഒരു ഇതിന്റെ ബേസിസിലാണ് നമുക്ക് ഇത്രയും കൊല്ലം ഈ സംഭവം ഒരു കേടുപാടും കൂടാണ്ട് നിൽക്കും. എന്ന കാരണം ഇത് ദ്രവിക്കുന്നില്ല, വെള്ളം നനഞ്ഞാലോ എയറിന്റെ ഇത് കാരണം മോയ്സ്ചർ കാരണം ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല. അപ്പോൾ ഈ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ ഈ ഒരു വിൻഡോ അതുപോലെ തന്നെ നിൽക്കും കാലാകാലങ്ങൾ. നമ്മൾ ചൂടിന്റെ പ്രശ്നങ്ങൾ പറയാറുണ്ടല്ലോ. ഇപ്പൊ ഈ UPVC പ്രൊഡക്ട്സ് ഈ ചൂട് കൊള്ളുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഇല്ല, UPVC ആക്ച്വലി PVC എന്ന് പേരുണ്ടെങ്കിലും അത് ഹൈ ടെമ്പറേച്ചർ മെൽറ്റിംഗ് പോയിന്റ് ആണ് വരുന്നത്. നമ്മളിപ്പോ ഇതിന്റെ ഈവൻ പ്രോസസ്സിംഗ് ചെയ്യുമ്പോൾ പോലും ഒരു 250 degree ഹീറ്റിലാണ് ചെയ്തിട്ടാണ് ഇതിനെ ഓരോ ഫോംസിലേക്കും ഷേപ്സിലേക്കും കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ നോർമൽ ക്ലൈമാറ്റിക് കണ്ടീഷൻസിന് കുഴപ്പമില്ല. ഉലിവ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഡോർസ് ആൻഡ് വിൻഡോസിലാണ്. ഒരു വീട് വെക്കുന്ന സമയത്ത് വാതിലും ജനവാതിലും തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ പറ്റാറുണ്ട് ഇപ്പൊ ഒരു ഉടമസ്ഥന്. ഉലിവ് എങ്ങനെയാണ് അതിനൊക്കെ ഒന്ന് കവറപ്പ് ചെയ്ത് കൊണ്ടുവരാറുള്ളത്? ഇതിൽ മെയിൻ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോഴും കസ്റ്റമർ ക്വാളിറ്റീനെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ UPVC മാത്രമല്ല, ഏത് വിൻഡോസ് എടുത്താലും നമ്മളൊരു വീട് വെക്കുമ്പോൾ എപ്പോഴും ഒരു ലോങ് ടേമിലേക്കാണ് നോക്കുന്നത്. അതർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇപ്പോൾ വേറെ വിൻഡോസും കാര്യം വെച്ച് നോക്കുമ്പോൾ ഓരോ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ അനുസരിച്ച് ചില സ്ഥലങ്ങൾ ഇപ്പോൾ സീഷോർ ആ ഭാഗത്ത് നമുക്ക് മെറ്റാലിക് വിൻഡോസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ ഹ്യൂമിഡിറ്റി അതുപോലെ തന്നെ സോൾട്ട് വാട്ടറിന്റെ പ്രസൻസ് ഉള്ള കാരണം
അത് ഓക്സിഡൈസ് ആവും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ആവുമ്പോൾ നമുക്ക് UPVC ആണ് നല്ലത് കൂടുതൽ വരാം. അതേപോലെ തന്നെ ആ ഇതിലും ക്വാളിറ്റി വൈസ് നമുക്ക് എടുക്കുന്ന സാധനങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഈ UPVC തന്നെ പല ഗ്രേഡ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. 3 ടൈപ്പാണ് ഞങ്ങൾ നോർമലി പറയുക. അപ്പൊ ആ 3 ടൈപ്പിൽ ഏതാണ് ബെസ്റ്റ് ക്വാളിറ്റി കസ്റ്റമറിന് നോക്കി സെലക്ട് ചെയ്തെടുത്ത് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ 3 ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് ആ ക്വാളിറ്റി, അല്ലെങ്കിൽ അതിന്റെ ഒരു മാനദണ്ഡം എന്താണ്? മാനദണ്ഡം എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പർപ്പസ് നോക്കിയിട്ടാണ് കൊടുക്കുക. നമ്മൾ സൈസ് ഒരു വിൻഡോസിന്റെ ഷട്ടറിന്റെ അല്ലെങ്കിൽ വിൻഡോസിന്റെ മൊത്തത്തിലുള്ള സൈസ് നമ്മൾ നോക്കിയിട്ടാണ് നമുക്കൊരു ഓപ്ഷൻ വെച്ചിട്ട് കസ്റ്റമറിന് കൊടുക്കുക. നമ്മൾ ഒരുപാട് വലിയ വിൻഡോസ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഏറ്റവും പ്രീമിയം ക്വാളിറ്റി UPVC വെച്ചിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എക്സ്റ്റേണൽ പർപ്പസിന് പറ്റും, ഇന്റേണൽ പർപ്പസിന് പറ്റും. അതുപോലെ തന്നെ വലിയ ഷട്ടേഴ്സ്, വലിയ ഗ്ലാസ്, ഹെവി ഗ്ലാസസ് ഒക്കെ ലോഡ് എടുക്കാൻ പറ്റും. ചെറിയ നോർമൽ ഇപ്പൊ നമ്മൾ ഫ്ലാറ്റ്സ് അല്ലെങ്കിൽ ബാത്റൂം വിൻഡോസ് അങ്ങനത്തെ ചെറിയ വിൻഡോസ് ആണെങ്കിൽ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റ് സീരീസ് വിൻഡോസ് നമുക്ക് ഓപ്ഷണലായിട്ട് അവൈലബിൾ ആണ്. അപ്പൊ ആ അങ്ങനത്തെ വിൻഡോസ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇന്റേണൽ ഡോസ് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത വിൻഡോസ് ആണെങ്കിൽ നമുക്ക് റീസൈക്കിളബിൾ UPVC വരുന്നുണ്ട്. നമ്മൾ റീസൈക്കിൾഡ് UPVC വെച്ചിട്ട് നമ്മൾ ബാത്റൂം ഡോസ് ലാമിനേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു 3 കാറ്റഗറിയാണ് നമ്മൾ ഇത് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് കസ്റ്റമറിന്. നമ്മൾ അങ്ങനെ ഡോസും അതേപോലെ തന്നെ വിൻഡോസും കൊടുക്കുന്ന സമയത്ത് വാറന്റി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അതെ, നമ്മൾ UPVC വിൻഡോസിനൊക്കെ നമ്മൾ 20 ഇയേഴ്സിന് വാറന്റി കൊടുക്കുന്നുണ്ട്. അതിൽ പ്രൊഫൈലിലെ കളർ, അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് വാറന്റിയിൽ കവർ ചെയ്യുന്നത്. അലുമിനിയം സിസ്റ്റം വിൻഡോസിനൊക്കെ നമ്മൾ 25 ഇയേഴ്സിന് വാറന്റി കൊടുക്കുന്നുണ്ട്. അതിന് കളർ, അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതിന്റെ ഡാമേജുകൾ, ഹാർഡ്വെയറിന്റെ ഡാമേജുകളൊക്കെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കും. ആധുനിക വീടുകൾക്കും ഓഫീസുകൾക്കും അനുയോജ്യമായിട്ട് നമ്മൾ പലപ്പോഴും ഡിസൈൻസ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യകത വരാറുണ്ട്. എല്ലാ ഡിസൈൻസും ഈ UPVC കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുമോ? നമുക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. നമുക്ക് അതിനൊരു ഡിസൈൻ സ്പെക്സ് നമ്മൾ പറയും. ഒരു ഷട്ടറിന് ഇത്രയും വിഡ്ത്ത്, ഇത്രയും വെയിറ്റ് താങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വിൻഡോയുടെ വിഡ്ത്തും ഹൈറ്റും തമ്മിൽ ഒരു ഇത്രയും പ്രപ്പോർഷൻ ഉണ്ടാവണം. അതില്ലെങ്കിൽ ചിലപ്പോൾ അതിനുള്ളൊരു ടെക്നിക്കൽ പ്രോബ്ലംസ്, സാഗ് ആവും, അങ്ങനത്തെ ഇതുകളുണ്ട്. അത് നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഏത് കസ്റ്റമറിനാണെങ്കിലും വെയിറ്റ് ലോഡ് നോക്കിയിട്ട് നമുക്ക് അതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. നമുക്ക് ഓരോ വിൻഡോയുടെ എത്ര വെയിറ്റ്, ഷട്ടറിന് എത്ര വെയിറ്റ് വരും, ആ വെയിറ്റിനനുസരിച്ചുള്ള ഹാർഡ്വെയർ നമുക്ക് സെലക്ട് ചെയ്തിടാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്കുണ്ട്. നമ്മളിപ്പോ ഒരു വീടോ ഓഫീസൊക്കെ നിർമ്മിക്കുന്ന ആൾക്കാർ ആണെങ്കിൽ ഇപ്പോൾ അവരെ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അവരെ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പ്രധാന 3 കാരണങ്ങൾ കൊണ്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ പ്രധാന 3 കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഞങ്ങളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റിയാണ് ഞങ്ങളുടെ മെയിൻ ഇത് വരുന്നത്. രണ്ടാമത്തത് ഞങ്ങളൊരു എൻഡ് ടു എൻഡ് സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ആണ്. ഞങ്ങൾ തന്നെയാണ് മെഷർമെന്റ്സ് എടുക്കുന്നത്, ഞങ്ങൾ തന്നെയാണ് അതിന്റെ പ്രൊഡക്ഷന്റെ ഡീറ്റെയിൽസ് ചെയ്യുന്നത്, ഞങ്ങളുടെ ടീം തന്നെയാണ് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത്. ഒരു പ്രോസസ്സിലും പോലും ഞങ്ങൾ പുറത്തുനിന്ന് ഒരാളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണില്ല. അപ്പൊ ഒരു കസ്റ്റമറിന് എപ്പോഴും ഏത് സമയത്തും ഒരു പോയിന്റ് ഉള്ളു കോൺടാക്ട്, മൾട്ടിപ്പിൾ കോൺടാക്ട്സ് ഇല്ല. ഞങ്ങൾ 1 പോയിന്റ് കോൺടാക്ട് വെച്ചിട്ടാണ് ഞങ്ങൾ പെർഫോം ചെയ്യുന്നത്. ഞങ്ങൾ യൂസ് ചെയ്യുന്ന മെഷീനറി അതെല്ലാം ഇമ്പോർട്ടഡ് CNC മെഷീൻസ് ആണ്. അത് കാരണം അതിന്റെ പ്രിസിഷനും കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് ഏറ്റവും മാക്സിമം വേസ്റ്റേജ് കുറച്ചിട്ടുള്ള നമുക്കൊരു പ്രൊഡക്ഷൻ ഈൽഡ് എടുക്കാൻ പറ്റും. അത് എടുക്കുമ്പോൾ വെച്ചാൽ കസ്റ്റമറിന് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്ന വെച്ചാൽ റേറ്റ്സ് അതനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ UPVC ട്രെൻഡ് കുറച്ചും കൂടി എന്താ പറയാ ഉയരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആൾക്കാർ അതിനെ എന്താ പറയാ ട്രെൻഡിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം എന്താണ്? UPVC മെയിൻ ആയിട്ട് ട്രെൻഡ് ആയിട്ട് വരുന്നതിന്റെ കാരണം 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ വുഡിന്റെ അവൈലബിലിറ്റി കുറഞ്ഞു തുടങ്ങി. അതേപോലെ തന്നെ നമുക്ക് നോർമൽ ട്രഡീഷണൽ വിൻഡോസിനുള്ള പ്രശ്നങ്ങൾ, നമ്മൾ ചെതലരിക്കുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിൽ പെയിന്റ് അടിക്കണം, പോളിഷ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ട്രഡീഷണൽ വിൻഡോസ് വരുമ്പോൾ എപ്പോഴും ഒരു സ്പെസിഫിക് സൈസും വിഡ്ത്തുമാണ്. നമുക്ക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് വളരെ കുറവാണ്. അപ്പൊ ആ ഒരു കസ്റ്റമൈസേഷൻ ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ UPVC വരുന്നത് ഡ്യൂറബിലിറ്റി ആണ്. നമുക്ക് ഇതൊരു ലൈഫ് ലോങ് പ്രൊഡക്റ്റ് ആണ്. നമ്മൾ 20 ഇയേഴ്സിന് വാറണ്ടിയിൽ നമുക്ക് കളർ ചേഞ്ചോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പെയിന്റ് അടിക്കുന്ന പ്രശ്നങ്ങളോ പോളിഷ് ചെയ്യേണ്ട ആവശ്യങ്ങളോ ഒന്നും വരാനില്ല. അപ്പോൾ അതാണ് ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. ഇപ്പൊ നമ്മൾ ആർക്കിടെക്ട്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവര് ഈ പറയുന്ന വാല്യൂഡ് ഉൽപ്പന്നങ്ങളാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. വൈ സർ? ആർക്കിടെക്ട്സിനും എഞ്ചിനീയേഴ്സിനും ഞങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അവരായിട്ട് കൊളാബറേഷനാണ് ഞങ്ങൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളുടെ കൂടെ ഈ പറഞ്ഞ പോലെ സൈസസ് എങ്ങനെയാണ്, ഏത് ടൈപ്പ് ഓഫ് വിൻഡോസ് കൊടുക്കാം നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അവരവരുടെ ഇനീഷ്യൽ ഡിസൈൻസ് തരുമ്പോൾ നമ്മൾ അതിൽ ടെക്നിക്കൽ ഇതുകളുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. അതിലെന്തെങ്കിലും നമുക്ക് ഡിസൈനിൽ അവർക്ക് അവരുടെ സൈഡിൽ നിന്ന്, സിവിലിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ നമ്മളത് സജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ എന്ന് വെച്ചാൽ ലാസ്റ്റ് വരുന്ന ഔട്ട്കം വളരെ അവരുദ്ദേശിക്കുന്ന ഔട്ട്കമ്മിലേക്ക് നമുക്ക് എത്തിക്കാനുള്ള ഒരു പ്രൊവിഷൻ ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് ആർക്കിടെക്ട്സും ഇത്. പിന്നെ രണ്ടാമത്തെ ഞങ്ങളുടെ ഓൺ ടൈം ഡെലിവറി.
നമ്മളൊരു കമ്മിറ്റ്മെന്റ് ഒരു ടൈം എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്മിറ്റ്മെന്റ് എപ്പോഴും കീപ്പ് ചെയ്യും. നമുക്ക് ഇതുവരെ ഒരു ലേറ്റ് ഡെലിവറിയോ അല്ലെങ്കിൽ ഡെലിവറി പ്രോബ്ലംസോ ഉണ്ടായിട്ടില്ല. മൂന്നാമത്തെ കാര്യം ആഫ്റ്റർ സെയിൽ സർവീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ സെക്ടറിൽ. ഏത് സമയത്ത് നമ്മളിപ്പോൾ ഏത് എഞ്ചിനീയർ അല്ലെങ്കിൽ ഈവൻ എൻഡ് കസ്റ്റമർ പോലും നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ അല്ലെങ്കിൽ സെൻട്രൽ കേരളത്തിനുള്ളിലാണെങ്കിൽ വിത്തിൻ 1 day നമ്മൾ പോയി അത് അറ്റൻഡ് ചെയ്ത് കൊടുക്കും. ഇത്രയും ദൂരം ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് നോക്കിയിട്ട് 1 or 2 days മാക്സിമം ഒരു വീക്കിനുള്ളിൽ നമ്മൾ അത് തീർത്ത് കൊടുക്കും. താപ നിയന്ത്രണത്തിന്റെ കാര്യം പറയുന്നുണ്ട് UPVC വിൻഡോസിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ശബ്ദത്തിന്റെ കാര്യം, ഈ പുറത്തുനിന്നുള്ള ശബ്ദം അകത്തേക്ക് കടക്കുന്നത് വളരെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട്. സാധാരണ നമ്മുടെ വീടിന്റെ ഡോസ് ഒക്കെ ആണെങ്കിൽ ശബ്ദം പെട്ടെന്ന് കയറി വരാൻ സാധ്യതയുണ്ട്. ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലൈവുഡ് ആണെങ്കിൽ പോലും കൂടുതലാണ്. പക്ഷെ ഇത് എങ്ങനെയാ സാധിക്കുന്നത് UPVC വിൻഡോസ് വരുന്ന സമയത്ത്? UPVC അല്ലെങ്കിൽ വിൻഡോസ് സിസ്റ്റം വിൻഡോസിന്റെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ചേമ്പേഴ്സ് സിസ്റ്റം എന്ന് ഞങ്ങൾ പറയും. മൾട്ടിപ്പിൾ ചേമ്പേഴ്സ് ഉണ്ട്. മിനിമം ഒരു 8 ചേമ്പേഴ്സ് ആണെങ്കിൽ ഒരു സെക്ഷനിൽ ഉണ്ടാവണം. എന്നാലാണ് ഈ ഒരു തെർമൽ ബ്രേക്ക് അല്ലെങ്കിൽ സൗണ്ട് ബ്രേക്ക് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുക. 2 ഓപ്ഷനാണ്. ഈ തെർമൽ ബ്രേക്ക് ഉണ്ടാക്കുന്നത് ഞങ്ങൾ അതിൽ ഉപയോഗിക്കുന്ന EPDM അല്ലെങ്കിൽ TPE ഗാസ്കറ്റ്സ് വെച്ചിട്ടാണ് തെർമൽ ബ്രേക്ക് ഉണ്ടാക്കുക. അതാവുമ്പോൾ നമുക്ക് ഈ 2-3 കാര്യങ്ങൾ AC എഫിഷ്യൻസി കൂട്ടാം. അതുപോലെ ചൂട് പുറത്തുനിന്നുള്ള ചൂടിന്റെ ട്രാൻസ്ഫർ കുറയ്ക്കാൻ പറ്റും UPVC വെച്ചിട്ട്. പിന്നെ സൗണ്ട് ഇൻസുലേഷൻ, ഈ ചേമ്പേർഡ് സിസ്റ്റം വെച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൽ സൗണ്ടിന്റെ ബാരിയർ പോലെ ആക്കും. ഇത് ആ ബാരിയർ കാരണം നമുക്ക് സൗണ്ട് ഉള്ളിലേക്ക് വൈബ്രേഷൻസ് കുറവാണ് വരാം. ഈ പറഞ്ഞില്ല നമുക്ക് ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് UPVC വിൻഡോസിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതിന്റെ ക്വാളിറ്റിയിൽ എങ്ങനെ വ്യത്യാസം വരുന്നത്? അതായത് എന്തെങ്കിലും കൂടുതൽ അഡീഷണൽ ആയിട്ട് ചേർക്കുന്നുണ്ടോ? അതിന്റെ മിക്സ് ആണ് ആക്ച്വലി. ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യണ മിക്സ്ചർ 5-6 ഐറ്റംസ് ആണ് മെയിൻ ആയിട്ട് UPVC വിൻഡോസ് ഉണ്ടാവുമ്പോൾ ഒരു ഫോർമേഷൻ വരുന്നത്. അതിന്റെ പ്രൊപ്പോർഷൻസ് ഉണ്ട്. അത് ബേസിക്കലി UPVC ഒരു യൂറോപ്യൻ പ്രൊഡക്റ്റ് ആണ്. ജർമ്മനിയിലും യൂറോപ്പിലാണ് ഇതിന്റെ ഡിസൈനിങ്ങും കാര്യങ്ങളും ഇനീഷ്യലി വന്നത്. അവിടുത്തെ വെതർ കണ്ടീഷൻസ് അനുസരിച്ചുള്ള മിക്സ് ആണ് ഇനീഷ്യലി നമുക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് നമുക്കൊരു ട്രോപ്പിക്കൽ ക്ലൈമറ്റിനുള്ള മിക്സ് വന്നു തുടങ്ങിയത്. പിന്നെ വരുന്നത് ടുവേർഡ്സ് ഈസ്റ്റേൺ സൈഡ് ചൈനീസ് മാർക്കറ്റിലുള്ള മിക്സ് ആണ് വരുന്നത്. അത് അവിടുത്തെ വെതർ കണ്ടീഷൻസിനുള്ള മിക്സ് ആണ് വരുന്നത്. അത് നമുക്ക് മാച്ചായി വരില്ല ഒരിക്കലും. അപ്പൊ നമുക്ക് എപ്പോഴും വരുന്നത് ട്രോപ്പിക്കൽ മിക്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഇന്ത്യൻ മിക്സ് ആണ് നമുക്ക് റിക്വയർഡ് വരുന്നത്. ആ മിക്സ് ഉണ്ടാക്കുന്ന കമ്പനീസിന്റെ ത്രൂ നമ്മൾ നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രൊഫൈൽ ആയാലും നമ്മൾ നല്ല വിൻഡോ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ ഔട്ട്സോഴ്സ് ചെയ്യാനോ ചെയ്യാറ്? നമ്മൾ പ്രൊഫൈല് ഇപ്പൊ ഒരു കമ്പനി ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് പ്രോമിനൻസ് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡാണ് ഞങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ ഒരു 7 years ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോ വാറന്റിയുടെ കാര്യം പറഞ്ഞു, ആഫ്റ്റർ സെയിൽ സർവീസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. എത്രമാത്രം കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു? നമ്മളിപ്പോ ഒരു 10 years ആയിട്ട് മാർക്കറ്റിലുണ്ട്. ഞങ്ങൾ മുന്നേ ഒരു ബെൽജിയം കമ്പനിയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. പിന്നീടാണ് നമ്മൾ പ്രോമിനൻസിലേക്ക് വന്നത്. നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ പ്രൊഫൈൽ ആയാലും ഹാർഡ്വെയർസ് ആയാലും ഞങ്ങളുടെ ഏറ്റവും വലിയ ഞങ്ങൾ പ്ലസ് പോയിന്റ് പറയാം, ഞങ്ങൾക്ക് വൺസ് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് മെയിൻ്റെനൻസ് ഞങ്ങൾക്ക് ഇതുവരെ അധികം പോണ്ടി വന്നിട്ടില്ല. പല സൈറ്റുകളിലും നമ്മൾ 2013 പോലും ചെയ്തേക്കുന്ന സൈറ്റുകളിൽ നമ്മൾ ഇതുവരെ മെയിൻ്റെനൻസിന് പോയിട്ടില്ല. അത് നമ്മൾ യൂസ് ചെയ്ത പ്രൊഫൈൽ ആയാലും ഹാർഡ്വെയർ അതിന്റെ ക്വാളിറ്റിയുടെ ബേസിസിലാണ് അത് അങ്ങനെ പോണ്ടി വരാത്തത്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. കോസ്റ്റ് എങ്ങനെയാ വരുന്നത് സാർ? ഇപ്പോൾ ഇത്തരത്തിലുള്ള സിസ്റ്റം വിൻഡോസും ഡോസും വരുന്ന സമയത്ത് നോർമൽ ഡോസിനെ അപേക്ഷിച്ച് കൂടുതലാണോ അല്ലെങ്കിൽ അത് അഫോർഡബിൾ ആണോ? നമ്മുടെ ട്രഡീഷണൽ ഡോസിനും വിൻഡോസിനെ അപേക്ഷിച്ച് ഇത്തിരി പ്രൈസ് നമ്മൾ പ്രൈസിങ് നോക്കുമ്പോൾ ഇനീഷ്യൽ പ്രൈസ് ഇത്തിരി കൂടുതലായിരിക്കും. കാരണം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ട എൻഡ് ടു എൻഡ് സൊല്യൂഷൻ ആയതുകൊണ്ട് ഞങ്ങളുടെ പ്രൈസസ് എപ്പോഴും ഇൻക്ലൂഡിങ് ഇൻസ്റ്റലേഷൻ ഗ്ലാസ് എല്ലാം ഉൾപ്പെടെ ആയിരിക്കും. അതേസമയം ട്രഡീഷണൽ വിൻഡോസ് ഇപ്പോൾ വുഡ് ആയാലും സ്റ്റീൽ ആയാലും ഇതൊക്കെ നമ്മൾ ഓരോ സ്റ്റെപ്പിൽ വന്ന് ചെയ്യണ വിൻഡോസ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഇനീഷ്യൽ കോസ്റ്റ് അങ്ങനെയായിരിക്കും. പക്ഷെ അതിന്മേ വരുന്ന എക്സ്ട്രാ ചെലവുകൾ നമ്മളിപ്പോൾ വുഡ് ആയാലും നമ്മളത് സ്റ്റീൽ ആയാലും നമ്മളത് പോളിഷ് ചെയ്യണം, പെയിന്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗ്ലാസ് സെപ്പറേറ്റ് ഉണ്ടാവും. ആ കോസ്റ്റുകളൊക്കെ സെപ്പറേറ്റ് ആണ് വരാം. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ UPVC ആണ് ടുവേർഡ്സ് ദി എൻഡ് നമുക്കൊരു ലോങ് ടേമിൽ നോക്കുമ്പോൾ കോസ്റ്റ് കുറവ് വരാം. ഓക്കെ, നമ്മളിപ്പം യുലീവോ ഫെനസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 years ആയെന്ന് സാർ പറഞ്ഞു. ഇനി ഭാവിയിലേക്കുള്ള യുലീവോയുടെ ഒരു കടന്നുവരവ് എങ്ങനെയായിരിക്കും? എക്സ്പാൻഷൻ ആണോ അല്ലെങ്കിൽ നമ്മുടെ ഓൾ കേരള? ഇപ്പോൾ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സെൻട്രൽ കേരളയാണ്. അപ്പോൾ നോർത്തേൺ പാർട്സ് ഉണ്ട്. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത് നോർത്തേൺ പാർട്സും അതുപോലെ സദേണിലേക്കും എക്സ്പാൻഡ് ചെയ്യാനാണ്. മാർക്കറ്റിംഗ് ആയാലും സെയിൽസ് ആയാലും. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ UPVC കൂടാണ്ട് സിസ്റ്റം അലുമിനിയം വിൻഡോസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രോമിനൻസ് തന്നെ വെച്ചിട്ട് തന്നെ സിസ്റ്റം അലുമിനിയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ മാർക്കറ്റിംഗ് നമ്മൾ വളരെ രീതിയിൽ ഈ അടുത്ത 5 years നല്ല രീതിയിൽ പ്ലാൻ ചെയ്യും. UPVC ആൻഡ് സിസ്റ്റം അലുമിനിയം ഒക്കെ വരുന്ന സമയത്ത് എന്താണ് അതിന്റെ ശരിക്കുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിഫറൻസ് എന്താണ്? UPVCയും അലുമിനിയം തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് സൈസ് ലിമിറ്റേഷൻസ് അലുമിനിയത്തിന് കുറവാണ്.
നമുക്ക് ഇപ്പോഴത്തെ ആർക്കിടെക്ചറൽ ഡിസൈനിൽ വരുന്നത് വളരെ വലിയ ഷട്ടേഴ്സും വലിയ വലിയ വിൻഡോസ് ആണ്. അപ്പൊ അവിടെ മാക്സിമം ഗ്ലാസ് ഏരിയ കൂട്ടിയിട്ടുള്ള ഡിസൈൻസ് ആണ്. അങ്ങനത്തെ വിൻഡോസ് അക്കോമഡേറ്റ് ചെയ്യാൻ നമ്മൾ അലുമിനിയം യൂസ് ചെയ്യുന്നത്. അതാവുമ്പോൾ ഇത്തിരി കൂടി സ്ട്രെങ്ത് കൂടുതലാണ്. പക്ഷെ നോർമൽ അലുമിനിയത്തിന്റെ പോലെ നമുക്ക് എന്താ പറയുക ഹാർഡ്വെയർസ് ഒക്കെ ഇത്തിരി കൂടിയും ഹെവി ഡ്യൂട്ടി ഹാർഡ്വെയർസ്, നമ്മൾ UPVC യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർസ് നോർമൽ അലുമിനിയത്തിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഹാർഡ്വെയർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിസ്റ്റം അലുമിനിയം യൂസ് ചെയ്യുന്നത്. ഒരു വാതിലും ജനവാതിലും തിരഞ്ഞെടുക്കാൻ വരുന്ന ഒരു കസ്റ്റമറുടെ അടുത്ത് ഏറ്റവും കൂടുതൽ പറയേണ്ടി വന്നിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അവരിനൊന്ന് നമുക്കൊന്ന് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടി വരാറുണ്ടോ? നമ്മൾ എപ്പോഴും ഒരു കസ്റ്റമർ നമ്മളുടെ അടുത്ത് വരുമ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ക്വാളിറ്റിയെ കുറിച്ചിട്ടാണ്. നമ്മുടെ പ്രൊഡക്റ്റ് മാത്രമല്ല, ഒരു UPVC അല്ലെങ്കിൽ ഒരു നോർമൽ വിൻഡോ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പോലും എന്തൊക്കെ പോയിന്റ്സ് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ലൈഫ് എത്ര വരും, അതിന് ഹാർഡ്വെയർ എങ്ങനെ വരും, അതിന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണ്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബിൽഡിങ്സ് ഒക്കെ വളരെ അടുത്താണ്, റോഡ് സൈഡ് ആണ്. അപ്പോൾ സൗണ്ട് ഇൻസുലേഷൻ എങ്ങനെ വരും, അതുപോലെ തന്നെ ഇതിന്റെ ഡ്യൂറബിലിറ്റി എങ്ങനെ വരും, പെയിന്റിങ് പ്രശ്നങ്ങൾ, ടെർമൈറ്റ് പ്രശ്നങ്ങൾ, അങ്ങനത്തെ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്ന് നമ്മളൊരു എഡ്യൂക്കേഷൻ കൊടുക്കും. അതിനുശേഷം നമുക്ക് അവരുടെ റിക്വയർമെന്റ് എങ്ങനെയാണ്, കസ്റ്റമൈസേഷൻ അവർക്ക് റിക്വയർമെന്റ് ആണ് വരുന്നത് നോക്കിയിട്ടാണ് നമ്മൾ വിൻഡോസ് അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 10 വർഷത്തെ ഒരു യാത്ര എങ്ങനെയായിരുന്നു യുലിവോ ഫെനസ്ട്രേഷൻസിന്റെ? 10 വർഷത്തെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വളരെ ഒരു ചെറിയ സ്കെയിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഒരു ചെറിയ ഒരു റൂമിൽ നമ്മൾ ഫാബ്രിക്കേഷനും കാര്യങ്ങളും വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ മോർ ദാൻ ഒരു 15 to 20 സ്റ്റാഫായിട്ട് സെൻട്രൽ കേരള മാത്രം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ 3 യൂണിറ്റ് പ്രൊഡക്ഷൻ്റെ നടക്കുന്നുണ്ട്, 3 ഫേസ് ആയിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്കിപ്പോൾ ഡെവലപ്പ് ആയിട്ട് വരുന്നു. സംരംഭം തുടങ്ങാനായിട്ട് നമുക്കറിയാലോ ഒരുപാട് ആശയങ്ങൾ വരാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ സിസ്റ്റം ഡോർസ് ആൻഡ് വിൻഡോസ് അല്ലെങ്കിൽ UPVC കടക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? UPVC കടക്കാൻ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ആ സമയത്ത് വളരെ കുറച്ച്, ഒരു 10 വർഷം മുന്നേ വളരെ കുറച്ച് ബ്രാൻഡുകളാണ് UPVC അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ പോലും നല്ലൊരു കംപ്ലൈന്റ് ഇല്ലാത്ത ബ്രാൻഡുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ യൂസിന് തന്നെ ഞങ്ങൾ ആക്ച്വലി UPVC ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ നമ്മൾക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായത്. എന്നുവെച്ചാൽ അതിന് സർവീസ് കിട്ടാനില്ല, അല്ലെങ്കിൽ അതിന്റെ പാർട്സ് കിട്ടാനില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലായപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു പ്രൊഫൈല് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന്, നമ്മൾ അന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് പ്രൊഫൈൽസ്, ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ആ പ്രൊഫൈൽസ് നമ്മൾ ഇവിടെ സപ്ലൈ ചെയ്ത് മെറ്റീരിയൽസ് ഇത് ചെയ്തു വിൻഡോസ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആ ഒരു ക്വാളിറ്റി നമ്മൾ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പാണ് ഞങ്ങൾ ഫില്ല് ചെയ്തത്. എന്നുവെച്ചാൽ ഒരു കസ്റ്റമർ സർവീസും അതുപോലെ തന്നെ ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. യുലിവോ ഫെനസ്ട്രേഷന്റെ വിജയരഹസ്യം എന്താണ്? വിജയരഹസ്യം ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഓരോ ഓർഡറും അല്ലെങ്കിൽ ഓരോ കസ്റ്റമറിനെയും നമ്മളൊരു പേഴ്സണലൈസ്ഡ് എഫക്റ്റ് കൊടുക്കും. നമുക്ക് അവരുടെ കൂടെ ഇരുന്ന്, അല്ലെങ്കിൽ കസ്റ്റമർ ആയാലും ആർക്കിടെക്ട് ആയാലും നമുക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല. നമ്മൾ ഓരോ കസ്റ്റമറുടെ കൂടെ ഇരുന്ന് അവരുടെ റിക്വയർമെന്റ് എന്താണ്, അവരെ നമുക്ക് എങ്ങനെ സജസ്റ്റ് ചെയ്ത് ഇത് ചെയ്യാൻ പറ്റും, നമ്മൾ അവരുടെ ചേഞ്ചസോ അല്ലെങ്കിൽ അവർക്ക് എന്താ റിക്വയർമെന്റ് നോക്കിയിട്ട് അതനുസരിച്ചുള്ള വിൻഡോസ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. പക്ഷെ നമ്മൾ ആ ഒരു കസ്റ്റമറിന് നമ്മൾ ഇപ്പോഴും വർക്ക് കഴിഞ്ഞാൽ പോലും നമ്മൾ ഒരു ഫോളോ അപ്പ് ചെയ്തിട്ട് അതിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കാരണം മെക്കാനിക്കൽ പ്രൊഡക്ട്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വർഷത്തിൽ ഒരിക്കലും ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ച് അവർ എൻക്വയറീസ് ഒന്ന് കൺഫേം ചെയ്യും, കുഴപ്പമുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു കൺഫേം ചെയ്യും. അതുപോലെ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ക്വാളിറ്റി വൈസ് ആയാലും നമുക്ക് ഒരു പ്രാവശ്യം പോലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ അത് റിജക്ട് ചെയ്തിട്ട് പുതിയ ബ്രാൻഡുകളാണ് ചെയ്യുക. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ വീട് മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ ഓഫീസ് പ്രിമൈസസ് അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ നോക്കുന്നുണ്ടോ? ഞങ്ങളിപ്പോൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് വീടുകൾ, അതുപോലെ ഫ്ലാറ്റ്സ്, പിന്നെ നമ്മൾ റിസോർട്ട്, ഹോം സ്റ്റേസ്, ഹോട്ടൽസ്, അങ്ങനത്തെയാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഡോർസ് ആൻഡ് വിൻഡോസിലെ മാറി വരുന്ന ട്രെൻഡുകൾ ഉണ്ടല്ലോ, ഈ ട്രെൻഡുകൾ എങ്ങനെയാണ് അതേപടി ഫോളോ അപ്പ് ചെയ്യാറുണ്ടോ? അതെ, പുതിയ ട്രെൻഡുകൾ നമ്മൾ ഡിസൈനും അതിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മളിപ്പോ എങ്ങനത്തെ സ്ലൈഡിങ് ആണെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ ചില സമയത്ത് കൂടുതൽ സ്ലൈഡിങ് ഫോൾഡിംഗ് എന്ന് പറഞ്ഞൊരു ഡോറുകൾ വരും. അപ്പോൾ അങ്ങനത്തെ ആണെങ്കിൽ അങ്ങനത്തെ നമുക്ക് മെറ്റീരിയൽസ് എടുത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും. എത്ര പ്രൊഡക്റ്റുകൾ നമ്മുടെ യുലിവോ ഫെനസ്ട്രേഷന്റെ ഭാഗമായിട്ടുണ്ട്? നമുക്ക് മെയിൻ സ്ട്രീം ആയിട്ട് UPVC ഒരു 8ഓളം ഡിസൈൻ ചേഞ്ചസ് ഉണ്ട്. അതിന്റെ കുറെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് ഉണ്ട്. അലൂമിനിയത്തിലും ഏകദേശം ഒരു 10ഓളം നമുക്ക് സീരീസുകൾ ഉണ്ട്. അതിന്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് നമ്മൾ ഡിസൈൻ അനുസരിച്ച് യൂസ് ചെയ്ത് ചെയ്യും. ഓക്കെ സർ, അപ്പൊ എന്തായാലും വളരെ നന്ദി. യുലിവോ ഫെനസ്ട്രേഷൻ ഇനിയും വിവരങ്ങളിലേക്ക് എത്തട്ടെ. യു ഹാവ് മൈൽസ് ടു ഗോ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.